ഹലോ ഗായ്സ്, സാറ്റർഡേ സൺഡേ ലീവ് ആയതുകൊണ്ട് ഞാനൊന്ന് ചേച്ചിയുടെ വീട് വരെ പോകുന്നതെന്നൊക്കെ പറയാം. കുമ്പളത്താട്ടോ ചേച്ചിയുടെ വീട്. ഇതെൻ്റെ ചേച്ചിയുടെ മോളാട്ടോ, ലച്ചു എന്നാ പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് അവിടെ കളിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വന്നപ്പോൾ എന്നെ ഭയങ്കര കാര്യമായി. പിന്നെ അങ്ങനത്തെ ചേച്ചി വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും അവിടേക്ക് ഓട്ടോയിൽ എത്താനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വടക്കേ അറ്റത്തേക്കാട്ടോ പോയിട്ടുള്ളത്, അതായത് കുമ്പളം വടക്കേ അറ്റത്ത്. അപ്പോൾ അവിടെ ബോട്ട് സർവീസ് ഉണ്ടാവും കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സൺഡേ ആകുമ്പോൾ ബോട്ട് സർവീസ് ഇല്ലയെന്ന്. അങ്ങനെ അതേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ലച്ചും ഭയങ്കര പ്രതീക്ഷയോടെ ആട്ടോ വന്നത്. ബോട്ട് സർവീസ് ഉണ്ടാവും കരുതിയിട്ട്. അപ്പം ഞങ്ങൾ ബോട്ടിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ബോട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ മാമിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമിക്കാണെങ്കിൽ ബോട്ടിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ ഭയങ്കര ധൈര്യം കൊടുക്കലായിരുന്നു, ഞങ്ങളുണ്ടാവും, ഞങ്ങളെ പിടിച്ച് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ലച്ചും ഭയങ്കര ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബോട്ട് സർവീസ് ഇല്ലയെന്ന്. പക്ഷെ ഇവിടെ എന്താ പറയുക, കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ്. പിന്നെ അതുപോലെ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, പാട്ടൊക്കെ വെച്ച് നല്ലൊരു മെലഡി സോങ്ങൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് വൈകുന്നേരമൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് ഞാനും ലച്ചും കുറേ സ്റ്റോൺ പേപ്പർ സീസേഴ്സൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പിന്നെ സൺസെറ്റൊക്കെ ആവാനായി. എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്ലേസ്. കാരണം ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുന്നത്, ഇങ്ങനെ കായലിനടുത്തൊക്കെ പോയിട്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ ടൈം ഇരുന്ന് ഞാൻ കുറേ നേരം കായലിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ പ്രാവശ്യമല്ലേ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. പിന്നെ അടുത്ത പ്രാവശ്യം ഇനി ബോട്ടിലൊക്കെ കയറാനായിട്ട് വരാം നമുക്ക്, അല്ലാത്ത ഒരു സൺഡേ അല്ലാത്ത വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തുള്ളത് ഈ പുട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുട്ടുകടയിൽ കയറി. പക്ഷേ ഞങ്ങൾക്ക് പുട്ടൊന്നും വേണ്ടിയിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് വരുമ്പം നന്നായിട്ട് ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ജസ്റ്റ് ഒരു കട്ടൻ അടിക്കാൻ കരുതിയിട്ട് ഞങ്ങൾ ഈ പുട്ടുകടയിൽ കയറി. അതിനിടയ്ക്ക് ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലേ, ചേച്ചിയായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. സൂപ്പറായിരുന്നു. ചേച്ചി ഭയങ്കര നല്ല കുക്കാണ്. ഞാൻ അതോടെ പറയണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ചേച്ചി. അങ്ങനെ ദേ ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചായ എത്തി. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് നേരെ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ ഈ ഓട്ടോക്കാരൻ എൻ്റെ നാട്ടുകാരനാണ്, കോഴിക്കോടുകാരനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതേ ലച്ചുവിൻ്റെ പാട്ടായിരുന്നു കേട്ടോ. പിന്നെ ലച്ചു കുറേ പാട്ടൊക്കെ പാടി തന്നു. അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഞങ്ങളും കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലച്ചുവിന് ഭയങ്കര കാര്യമായി, എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതൊക്കെയാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.